നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും, ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസുകളിലൊന്നായ കുൽധാര എന്ന ഗ്രാമത്തെപ്പറ്റി. ഒരൊറ്റ രാത്രിയിൽ അപ്രത്യക്ഷമായ 84 ഗ്രാമങ്ങൾ, അതിലൊന്ന് കുൽധാര. ഇന്ന് പ്രേത നഗരമെന്ന് അറിയപ്പെടുന്ന കുൽധാര. ജയ്സാൽമീറിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ് കുൽധാര എന്ന പ്രേതഗ്രാമം. രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ഹൃദയഭാഗത്തായിട്ടാണ് കുൽധാര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നിഗൂഢതകൾ നിറഞ്ഞ, ഐതിഹ്യങ്ങൾ നിറഞ്ഞ കുൽധാര ഗ്രാമം. ഇനി നമുക്ക് കുറേ വർഷങ്ങൾ പിന്നിലേക്ക് പോകാം. 1291 പാലിയിൽ നിന്നും കുടിയേറിപ്പാർക്കാൻ വന്ന പാലിവാൾ ബ്രാഹ്മിൺസ്. പാലിയിൽ നിന്ന് കുടിയേറിയവരായതുകൊണ്ടാണ് അവർ പാലിവാൾ ബ്രാഹ്മിൺസ് എന്ന് വിളിച്ചിരുന്നത്. അവർക്ക് അഭയം കൊടുത്തത് ജയ്സാൽമീർ രാജാക്കന്മാരായിരുന്നു. അവർക്ക് സ്വന്തമായി ഭൂമി അവകാശവും അതുപോലെ നികുതി ഇളവുകളും ജയ്സാൽമീർ രാജാക്കന്മാർ നൽകി. അങ്ങനെ വെറും മരുഭൂമിയായി കിടന്ന ആ ഒരു പ്രദേശത്തെ ജയ്സാൽമീറിലെത്തിയ ഈ പാലിവാൾ ബ്രാഹ്മിൺസ് ഒരു ഗ്രാമമാക്കി മാറ്റി. പാലിവാൾ ബ്രാഹ്മിൺസ് കാർഷിക വൈദഗ്ധ്യവും അതുപോലെ വ്യാപാരത്തിനും ജലസംരക്ഷണത്തിനായാലും വീടുകൾ നിർമ്മിക്കുന്നതിനായാലും ഒക്കെയും വൈദഗ്ധ്യം ഉള്ളവരായിരുന്നു. ഇങ്ങനെ പല മേഖലകളിലുമുള്ള അവരുടെ വൈദഗ്ധ്യവും മിടുക്കും പെട്ടെന്ന് തന്നെ കുൽധാരയെ അതിമനോഹരവും സമ്പന്നവുമായ ഒരു ഗ്രാമമാക്കി മാറ്റിയിരുന്നു. കുൽധാര മാത്രമല്ല, അതുപോലെ തന്നെ കാബ, പാലിവാലോൺ കി ധനി, സൊഡക്കോൺ തുടങ്ങി 84 ഗ്രാമങ്ങളാണ് അന്ന് പുതിയതായി പാലിവാൾ ബ്രാഹ്മിൺസ് സ്ഥാപിച്ചത്. പിന്നീട് അങ്ങോട്ട് സമ്പന്നതയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരുന്നു. അങ്ങനെയേറെ വർഷങ്ങൾ. പക്ഷേ അന്നാണ് അത് സംഭവിച്ചത്. എല്ലാ സന്തോഷങ്ങൾക്കും കരിനിഴൽ വീണു. 1825 അന്ന് ജയ്സാൽമീറിൻ്റെ അധികാരിയായിരുന്ന സലീം സിംഗ് കുൽധാര ഗ്രാമം സന്ദർശിക്കാനെത്തി. ഗ്രാമത്തിലെത്തിയ അധികാരിയുടെ കണ്ണിൽ ആദ്യം മുടക്കിയത് കിണറിൽ നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയിലായിരുന്നു. 16 വയസ്സ് മാത്രം പ്രായമുള്ള അതിസുന്ദരിയായ ആ പെൺകുട്ടിയിൽ ആകർഷനായ അധികാരി ഉടൻ തന്നെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. എന്നാൽ ഇത് കേട്ടറിഞ്ഞ് കുൽധാര ഗ്രാമമടക്കം എല്ലാ ഗ്രാമങ്ങളും ഒന്നടങ്കം ഞെട്ടി. കാരണം കുൽധാര ഗ്രാമത്തലവൻ്റെ മകളായിരുന്നു ആ പെൺകുട്ടി. കൂടാതെ സലീം സിംഗ് എന്ന ഈ അധികാരിയെപ്പറ്റി എല്ലാവർക്കും നല്ലപോലെ അറിയാമായിരുന്നു. ഭാര്യമാരെ കൂടാതെ മറ്റ് പല വിവാഹേതര ബന്ധങ്ങളും വെച്ചു പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സലീം സിംഗ്. തൻ്റെ മകൾക്ക് മറ്റ് ആലോചനകൾ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗ്രാമത്തലവൻ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും സലീം സിംഗ് അതിന് സമ്മതിച്ചില്ല. അയാൾ ഭീഷണി മുഴക്കി തിരികെ മടങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും അയാളുടെ അറിയിപ്പെത്തി. താൻ പറയുന്ന ദിവസം ആ പെൺകുട്ടിയെ തനിക്ക് വിവാഹം കഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുൽധാര ഗ്രാമമടക്കം അയാൾ നശിപ്പിക്കുമെന്നും അതുപോലെ നികുതി കൂട്ടുമെന്നും അവരെ ആക്രമിക്കുമെന്നും അങ്ങനെ പല ഭീഷണികളും അയാളുടെ ഭാഗത്തുനിന്നുമുണ്ടായി. സാധുക്കളായിരുന്ന ഈ ബ്രാഹ്മണർക്ക് ഈ ഒരു ഭീഷണിയെ എങ്ങനെ എതിർത്ത് തോൽപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവർ ഗ്രാമങ്ങൾ ഒന്നടങ്കം ആലോചിച്ചു. പെൺകുട്ടിയെ വിട്ടുകൊടുക്കാനോ അവരുടെ അഭിമാനം പണയം വയ്ക്കാനോ അവർ ഒരുക്കമായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ആ തീരുമാനത്തിലെത്തി. അതെ, കൂട്ടപ്പലായനം. രാത്രിയുടെ ആ ഇരുട്ടിൽ പൽവാൾ ബ്രാഹ്മണർ കുൽധാരയിൽ നിന്ന് പുറപ്പെട്ടു. തങ്ങളുടെ എല്ലാമായിരുന്ന ഗ്രാമം, തങ്ങളുടെ പൂർവികർ സ്ഥാപിച്ച ആ ഒരു ഗ്രാമത്തെ ഉപേക്ഷിച്ച്, തങ്ങളുടെ എല്ലാമായിരുന്ന ആ ഭൂമി ഉപേക്ഷിച്ച് കുൽധാര ഉൾപ്പെടെ 84 ഗ്രാമങ്ങളിലെ ജനങ്ങളും എങ്ങോട്ടെന്നില്ലാതെ പുറപ്പെട്ടു. ആ രാത്രിയിൽ 2000-ഓളം വരുന്ന ആ ജനങ്ങൾ, ഈ 84 ഗ്രാമങ്ങളിലെ ജനങ്ങൾ എവിടെ പോയി? ചിലർ രാജസ്ഥാൻ്റെ ചില ഭാഗങ്ങളിലേക്ക് കുടിയേറിയെന്ന് പറയപ്പെടുന്നുണ്ട്. ചിലർ ഇന്ത്യയിലുടനീളം ചിതറിപ്പോയി എന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലർ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ സ്ഥിരതാമസമാക്കി എന്നുപോലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും മതിയായ തെളിവുകൾ ഒന്നും തന്നെ ഇന്നുമില്ല. അവർ പോയതിനോ ഇല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്ത് എത്തിച്ചേർന്നതിനോ തെളിവുകളില്ല. എല്ലാം തന്നെ മായ്ച്ചു കളഞ്ഞ് അപ്രത്യക്ഷമായി പോയി എന്ന് വേണം പറയാൻ. എന്നാൽ തങ്ങളുടെ ആ ഗ്രാമം വിടും മുമ്പ് അവരൊരു ശാപവും കൂടി നടത്തിയിരുന്നു. തങ്ങൾക്ക് വസിക്കാൻ കഴിയാതെ പോയ ആ ഗ്രാമത്തിൽ ഇനി ആരും തന്നെ താമസിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ശാപവും കൂടി അവർ നൽകിയിട്ടാണ് പോയത് എന്നാണ് ഇന്നും അവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. ആ ശാപം കൊണ്ടാണോ എന്നറിയില്ല, ഇന്നും അവിടെ ആർക്കും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1825 അവിടെ നിന്നും കുൽധാരയിലെ ജനങ്ങൾ, കുൽധാരയിലെ ആ പാലിവാൾ ബ്രാഹ്മിൺസ് അപ്രത്യക്ഷമായ അന്നു മുതൽ പിന്നെ ഇങ്ങോട്ട് ആരൊക്കെ അവിടെ താമസിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരിൽ ചിലർ മരണപ്പെട്ടിട്ടുണ്ടെന്നും പലർക്കും അസ്വാഭാവികമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഒരിക്കൽ സമ്പൽ സമൃദ്ധിയിൽ നിന്നിരുന്ന ആ കുൽധാര ഗ്രാമം ഇന്ന് വെറും പ്രേത നഗരമാണ്. ഗ്രാമത്തിൻ്റെ അവശേഷിപ്പുകളുള്ള വെറും ഒരു ശ്മശാന തുല്യമായ പ്രേത നഗരം. ഇന്ന് കുൽധാര ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ്. നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കുൽധാര വിനോദസഞ്ചാരികളെയും ഗവേഷകരെയും ഇവിടേക്ക് ആകർഷിക്കുന്നു.
ഇന്ന് കുൽധാര ഒരു വിജനമായ ജീർണിച്ച ഒരു സ്ഥലമാണ്. പഴയ പ്രതാപത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന വീടുകളുടെ അവശേഷിപ്പുകളും ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളും അന്നത്തെ കിണർ, തെരുവുകൾ, അതിൻ്റെയെല്ലാം അവശേഷിപ്പുകൾ മാത്രമുള്ള പ്രദേശമാണ് ഇന്ന് കുൽധാര. ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ഏറെ സഞ്ചാരികളും ഗവേഷകരുമൊക്കെ ഇന്നും കുൽധാര സന്ദർശിക്കാൻ എത്താറുണ്ട്. എന്നിരുന്നാലും രാത്രികാലങ്ങളിൽ അവിടെ വിലക്ക് തുടരുന്നു. കാരണം രാത്രികാലങ്ങളിൽ അവിടെ തങ്ങാൻ ശ്രമിച്ച പലർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു. ചിലർ മരണപ്പെട്ടു എന്നും ചിലർക്ക് ചില നിഴൽ രൂപങ്ങൾ രാത്രി കാണാൻ സാധിച്ചിട്ടുണ്ടെന്നും മറ്റു ചിലർക്ക് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞെന്നും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തെന്നും ഒക്കെ തുടങ്ങി പല അനുഭവങ്ങളും പകലരും പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ അവിടെ തങ്ങാൻ ആരും ധൈര്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലുള്ള സന്ദർശനം വിലക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും തന്നെ അല്ല കുൽധാരയിൽ നിന്നും ആളുകൾ പോകാൻ കാരണമെന്നും അവിടുത്തെ അമിതമായ നികുതിയും അന്നത്തെ ജലക്ഷാമവുമാണ് അവർ അവിടെ നിന്നും പോകാൻ കാരണമെന്ന് അവകാശപ്പെടുന്നവരുമുണ്ട്. പക്ഷേ ജലസ്രോതസ്സുകളുടെ നിർമ്മാണത്തിലായാലും വീടിൻ്റെ നിർമ്മാണത്തിലായാലും ഒക്കെ വൈദഗ്ധ്യമുള്ളവരായിരുന്നു ഈ പാലിവാൾ ബ്രാഹ്മിൺസ്. അങ്ങനെയുള്ളവർ പിന്നെന്തിന് ജലക്ഷാമത്തിൻ്റെ പേരിൽ അവിടെ നിന്നും പുറപ്പെട്ടു പോകണം? അതുപോലെ തന്നെ സമ്പന്നതയുടെ കാര്യത്തിലായാലും വ്യാപാരത്തിലും കാർഷികത്തിലും ഒക്കെ മിടുക്കുള്ളവരായിരുന്നു അവർ, സമ്പന്നരുമായിരുന്നു. അങ്ങനെയുള്ളവർ അമിത നികുതിയുടെ പേരിൽ പുറപ്പെട്ടു പോകണം? സത്യത്തിൽ കുൽധാര മനുഷ്യാത്മാവിൻ്റെ പ്രതിരോധ ശേഷിയുടെ തെളിവായി നിലകൊള്ളുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുൽധാരയെ ആസ്പദമാക്കി ചില സിനിമകൾ, ഡോക്യുമെൻ്ററീസ്, അതുപോലെ TV ഷോകളൊക്കെ നടക്കുകയുണ്ടായി. ഭൂത് റിട്ടേൺസ്, ഫിയർ ഫയൽസ് തുടങ്ങിയവയായിരുന്നു അത്തരത്തിലിറങ്ങിയ സിനിമകൾ. അതുപോലെ തന്നെ 2011 ഇറങ്ങിയ ബോളിവുഡ് മൂവിയായ ഏജന്റ് വിനോദ്, അതുപോലെ 2017 ഇറങ്ങിയ തമിഴ് ചിത്രം തീരൻ അധികാരമൊன்று, ത്രില്ലർ കാലോ, ഈ മൂവീസിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ കുൽധാരയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുകയുണ്ടായത്. ഇത്രയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ആ ഒരു ചോദ്യം വീണ്ടും കടന്നു വരുന്നു. എങ്കിലും ആ ജനങ്ങൾ എങ്ങോട്ടായിരിക്കും പോയത്? എവിടെയായിരിക്കും പോയത്? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്